നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ അസാമാന്യ ഉത്തേജന ധാര ആണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. പണ്ടേ കാലം മുതൽ തന്നെ അപസ്മാര രോഗികൾ ഉണ്ട്. പക്ഷേ പൂർവകാലങ്ങളിൽ അപസ്മാര രോഗികളെ എന്തോ ഒരു മന്ത്രവാദത്തിന് വിധേയമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള ചില ആത്മാക്കളുടെ ബാധ, അല്ലെങ്കിൽ ചില സംസ്കാരം, ദൈവിക പരിവേഷം, ഇങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളായിരുന്നു അപസ്മാര രോഗം. അപ്പം നമ്മുടെ ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനെ പഠിക്കുന്നതാണല്ലോ EEG, ഇലക്ട്രോ എൻസിഫലോഗ്രാം. ഏതായാലും ഇത്തരം രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന വ്യക്തികളിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സിന് വിധേയമാകുന്നുണ്ടല്ലോ. അപസ്മാര രോഗികൾ, അപസ്മാരം, എപ്പിലെപ്സി. ഏതായാലും അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നടന്നുകൊള്ളട്ടെ. നമുക്ക് എഫിക്കസി ഓഫ് മെഡിറ്റേഷൻ ഇൻ എപ്പിലെപ്സി പേഷ്യൻസ്. ഇപ്പോൾ നമ്മുടെ ഒരു പഠനം, ഇപ്പോൾ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലെ ധ്യാനം എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികളിൽ അപസ്മാര രോഗികൾ ആയിട്ടുള്ളവർക്ക് പോലും ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റം വളരെ പോസിറ്റീവായിട്ടുള്ള, കാരണം അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള റിലാക്സേഷൻസ്, അവരുടെ അമിതമായിട്ടുള്ള ഇത്തരം വൈദ്യുത തരംഗങ്ങൾ, അപ്പോൾ ഇവരിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഇൻറ്റേർണൽ ഡിസ്ചാർജസ് ആണല്ലോ EEGയിലൂടെ ഡോക്ടേഴ്സ്, ന്യൂറോളജിസ്റ്റുകൾ കണ്ടെത്തുകയും അതിന് ട്രീറ്റ്മെൻറ്റ്സ് നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും വിശ്വാസം, അന്ധവിശ്വാസം ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ മെഡിറ്റേഷൻസ്, റിലാക്സേഷൻസ് തീർച്ചയായിട്ടും അപസ്മാര രോഗികൾക്കും ഗുണം ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. ഗൈഡഡ് ആയിട്ടുള്ള നമ്മുടെ മെഡിറ്റേഷൻസ് ഒരുപാട് ഗുണം അവർക്ക് ചെയ്യും. എനിക്ക് ഒരുപാട് കേസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേരിൽ കണ്ടിട്ടുള്ളത്, ഇവരിൽ ഒരു സെൻസ് ഓഫ് പെർസിക്യൂഷൻ, താൻ ആക്രമിക്കപ്പെടാം എന്നുള്ള പേടി, അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആരെങ്കിലും, രക്തബന്ധത്തിലുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമുള്ള ആരെങ്കിലും എന്തെങ്കിലും വലിയ ആക്രമണങ്ങൾക്ക് വിധേയമാകാം എന്നുള്ള ഇറാഷണൽ ഫിയർ. അപ്പോൾ ഇത്തരം അസ്വാഭാവികമായിട്ടുള്ള പേടി ഇവരുടെ ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനെ ബാധിക്കും. അത് അപസ്മാരത്തിൽ കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ അപസ്മാരം, എപ്പിലെപ്സി ഉണ്ടാകുന്നതിനൊക്കെ മറ്റ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. എന്നിരുന്നാലും നമ്മൾ സൈക്കോളജിക്കലായിട്ട് നോക്കുമ്പോൾ ഇവരിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പേടി, ഒരുപക്ഷെ അവർ ഏതെങ്കിലും പ്രായത്തിൽ കടന്നു പോയിട്ടുള്ള ഇത്തരം ഭീകരമായിട്ടുള്ള ഭയം. കാരണം ഞാൻ വർക്ക് ചെയ്ത് വരുന്ന ഹോസ്പിറ്റലിൽ ഒരു തവണ എനിക്ക് റെഫറൻസ് വന്നപ്പോൾ, ഒരു 78 വയസ്സുള്ള അദ്ദേഹം ഡിഫൻസിൽ ജോലി അനുഷ്ഠിച്ച് വന്ന് പിന്നെ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ്, അദ്ദേഹത്തിന് ഒരിക്കലും അപസ്മാരം ഉണ്ടായിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഒരു നാൾ അദ്ദേഹത്തിന് അപസ്മാരം ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, അദ്ദേഹം
സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു അത്തരം ഒരു ട്രാജിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഏത് സമയവും ബോംബാർഡിങ് നടക്കാം, മൈൻസ് ഉണ്ടാകും, പൊട്ടും. അപ്പോൾ ഇത്തരം ഒരു പേടി അദ്ദേഹത്തിനുള്ളിൽ ഒളിഞ്ഞ് കിടന്നത് അദ്ദേഹം അവിടെ അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആ ഒരു സമയത്ത് അത്തരം ഒരു പേടി ഉള്ളിൽ കിടന്നത് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ പോലെ ഉണ്ടായ ഒരു സംഭവം അദ്ദേഹത്തിനുള്ളിൽ കിടന്ന പേടി അപസ്മാരമായിട്ട് അത് പരിണമിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് മെഡിക്കൽ ഗോൾഡ് ട്രീറ്റ്മെൻറ്റ്സ് വേണം അത്യാവശ്യം. എന്നിരുന്നാലും മാനസിക തലത്തിൽ സൈക്കോളജിക്കലായിട്ട് നമുക്ക് യാതൊരു മരുന്നിൻ്റെ സഹായം എൻ്റെ ഭാഗത്തുനിന്നില്ലല്ലോ, മരുന്നില്ലല്ലോ, അങ്ങനെയും കൂടി നമുക്ക് നോക്കാം. വരിക പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക്. വെൽക്കം.